ഫ്രഷ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കിഡിലൻ സംഭവമാണ് ഗൈസ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോണത്. വെറും 600 രൂപയ്ക്ക് നമ്മൾ ഇന്നൊരു കിഡിലൻ ട്രീറ്റ്മെൻറ്റ്, അതായത് മുടി കൊഴിയുന്ന ആൾക്കാർക്ക്, മുടി കൊഴിയാത്തതായിട്ട് ആരുമില്ല, അപ്പം മുടി കൊഴിച്ചിൽ പെർമനൻ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു കിഡിലൻ ട്രീറ്റ്മെൻ്റ് ആണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കരോൾ ബാഗിലുള്ള ഒരു കിഡിലൻ ഫേമസ് ആയിട്ടുള്ള ഒരു സലോണിലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങ് കേരളത്തിൽ നിൽക്കുന്ന ഞങ്ങളോട് എന്തിനാ ഡൽഹിയിലുള്ള കിഡിലൻ ട്രീറ്റ്മെൻറ്റ് പറയണത്. സോറി ഗൈസ്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇത് നമ്മുടെ കേരളത്തിലും എല്ലാ സലോണിലും അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാ ഹെയർ ടൈപ്പുള്ള ആൾക്കാർക്കും എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഓയിലി ഹെയർ, അല്ലെങ്കിൽ ഹെയറിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ സ്കിൻ ടൈപ്പ് പോലെ, അങ്ങനെ ടൈപ്പ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിനകത്ത് വരുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഡൽഹിയിൽ വന്നിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഇവിടുത്തെ തണുപ്പ് കാരണം തലയിൽ വെള്ളം തട്ടിക്കാൻ കൊള്ളൂല. സോ അവരെൻ്റെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു. ബിക്കോസ് എൻ്റേത് പറയുന്നത് ഇവിടെ വന്നപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങ് കേരളത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ തലയിൽ ഒരു താരം പോലും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് തണുപ്പ് തട്ടി, അതുകൊണ്ടായിരിക്കണം ഒരു ഡാൻഡ്രഫ്, ഒരു ഇച്ചി സ്കാൽപ്പായി മാറിയിട്ടുണ്ട്. സോ അവർ നന്നായിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്തു. നിങ്ങൾ ഈ ഒരു ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു ഹെയർ സ്പാ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എക്സ്ട്രീംലി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഗായ്സ്. അതുകൊണ്ടാണ് നമ്മുടെ ഹെയറിന് ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇവർ വാഷ് ചെയ്ത വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ കുറേ സലോണുകൾ ഇത് അവൈലബിൾ ആണ്, പക്ഷേ അവർ മാക്സിമം നമ്മളെ ഇട്ട് ചാമ്പാൻ നോക്കും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് പറ്റിക്കാനൊക്കെ നോക്കും. സോ പാർലറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യണം, എന്നാ വേണുവേ, ആദ്യം അവരുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഉടായിപ്പാണെന്ന് മാക്സിമം പോയാൽ, ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ ഇതിന് 600 രൂപയാണ് ഞാൻ കൊടുക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ ചെയ്യുമ്പം ഇതിന് 800 രൂപയിൽ കൂടുതൽ ചോദിക്കുകയാണെന്നിൽ ഉറപ്പിച്ച മക്കളെ, അത് പറ്റിപ്പാണ്, ഉടായിപ്പാണ്. സോ കൂടുതൽ ഓഫേഴ്സൊക്കെ ഉള്ള പാർലർ അല്ലെങ്കിൽ സലോൺ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ആപ്റ്റ്. ബിക്കോസ് നമ്മുടെ കേരളത്തിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട്. എനിക്ക് അനുഭവമാണ് ഗൈസ്. ഞാൻ അവിടെ ഒരു കെരാറ്റിൻ ചെയ്യാൻ ചോദിച്ചിട്ട് 2000 ആണ് കെരാറ്റിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ്. എൻ്റെ മുടി നിങ്ങൾക്ക് അറിയാലോ, ഒരു മിനിമം ലെങ്ത്തേ എൻ്റെ മുടിയുള്ളൂ. എൻ്റെ മുടിക്ക് അവർ പറഞ്ഞു 3000-3000ൻ്റെ മുകളിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ആവറേജ് ലെങ്ത് ഉള്ള ആൾക്കാരുടെ മുടിക്ക് ഇവർ കെരാറ്റിൻ ചെയ്യാൻ എന്നാ പ്രൈസ് പറയും. സോ അതുകൊണ്ടാണ് ഗൈസ് പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നല്ല പാർലറിൽ കയറിയിട്ട് ചെയ്താൽ മതി കേട്ടോ. സോ ഇവർ ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും പറയുന്നത് നല്ല കിഡിലൻ ഒന്നാം തരം ഗൈസ്. നമ്മൾ ചത്താ പോലും കാണൂല അജാതി പ്രൊഡക്ട്സാണ്. സ്വർഗത്ത് പോയാൽ പോലും കാണൂല അജാതി കിഡിലനായിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് പ്രൊഡക്ട്സ് ആണ് ഗൈസ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിൽ ഇത്ര എന്താ പറയുക, ഒരു മീൻസ് ഒരു പെർമനൻ്റ് ആയിട്ട് ഹെയർ ഫോൾ നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഗൈസ്, അജാതി അല്ലേ. സോ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആയിരിക്കും അവർ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഇല്ലയെന്ന് ചില ആൾക്കാർ വീമ്പളക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. പക്ഷേ എല്ലാവർക്കും ഹെയർ ഫോൾ ഉണ്ടാവും ഗൈസ്. ഹെയർ ലോസ് അല്ല ഞാൻ പറയുന്നത്. ഹെയർ ലോസ് പറയുമ്പം അതൊരു ഒരു ഡിസീസ് പരമായിട്ട് മാറും. ഹെയർ ലോസിനെ പറ്റിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഹെയർ ഫോൾ ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. ഹെയർ ഫോൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കേട്ടോ. ഹെയർ ലോസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഹെയർ ലോസ് പറയുന്നത് ഇറ്റ്സ് ടു ഡേഞ്ചറസ് ആണ് ഗൈസ്. നമുക്ക് കോരി ചൊരിയുന്ന കട്ട മുടിയൊക്കെ ആയിരിക്കും കിട്ടുക, ഒറ്റയടിക്ക് കിട്ടുക. ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ എൻ്റെത് ഹെയർ ഫോൾ ആണ് കേട്ടോ. എൻ്റെത്
മുടി വന്നു കഴിഞ്ഞാൽ അത് എന്താവും, ഡാമേജ് ആയിട്ട് പകുതിയിൽ നിന്ന് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ സ്കാൽപ്പിൽ തന്നെ ചിലത് ഊരിപ്പോരാറുണ്ട്. അതായത് ഭയങ്കര വീക്കായിട്ട്, സ്കാൽപ്പ് ഭയങ്കര വീക്ക് ആയതുകൊണ്ടാണ് അത്. ബിക്കോസ് എൻ്റെ സ്കിന്നും ഡ്രൈ ആണ്, എൻ്റെ സ്കാൽപ്പും ഡ്രൈ ആണ്. സോ അതുകൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെ വിറ്റമിൻ ഇ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഫോൾ നന്നായിട്ട് തന്നെ കുറയും. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. വിറ്റമിൻ ഇ ട്രീറ്റ്മെൻറ്റ് അടിപൊളി തന്നെയാണ്, നമുക്ക് വീട്ടിലും ചെയ്യാം. വിറ്റമിൻ ഇ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിറ്റമിൻ ഇ കാപ്സ്യൂൾ യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യില്ലേ, വീട്ടിൽ എണ്ണ തേക്കില്ലേ, എണ്ണ തേക്കുന്ന സമയത്ത് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതിലേക്ക് 2 ക്യാപ്സ്യൂൾ എടുത്തിട്ട് പൊട്ടിച്ച് വയ്ക്കുക. അത് മീഡിയം ഹീറ്റ് ആക്കിയിട്ട് തലയിലോട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ നല്ല മസാജ് ചെയ്യുക, ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. ആഴ്ചയിൽ 2 തവണ അത് ചെയ്യുക. ഗ്രാജുവലി ഇത് കുറച്ച് കൊണ്ടുവരാം. ആഴ്ചകൾ പോണതിനനുസരിച്ച് ആഴ്ചയിൽ 1 തവണ ഒക്കെ ആക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ പാർലറിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്നെ പോലെ നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അത് വിറ്റമിൻ ഇ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഗ്രാജുവലി കുറഞ്ഞ് വരത്തേ ഉള്ളൂ. പക്ഷേ അത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ വരും, അതാണ് പ്രശ്നം. സോ ഇങ്ങനെ പാർലറൊക്കെ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ് ഹെയറിൽ. ആൻഡ് നമുക്ക് അടുത്തത് എന്ന് പറയുന്നത്, അവർ എന്ത് ചെയ്തു, ആ മുടി പിഴിഞ്ഞെടുത്ത് ഗൈസ്. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി ഒരു കടയലാണ്. സത്യം പറയാലോ, ഞാൻ മുടി തീരെ കെയർ ചെയ്യാറില്ല കേട്ടോ. എൻ്റെ ഹെയർ തീരെ കെയർ ചെയ്യാറില്ല. ഞാൻ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കുടഞ്ഞ് തോർത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തട്ടില്ലേ, അങ്ങനെയൊക്കെ നല്ല സൗണ്ടിൽ അങ്ങനെ, മനസ്സിലായി നിങ്ങൾക്ക്. ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് മുടി ഇങ്ങനെ തട്ടി കൊടുക്കും സ്ട്രോങ്ങിൽ. ആ മുടി എന്താ പറയുക, അത് വീക്കാവോ അങ്ങനെയുള്ള ചിന്ത ഒന്നും എനിക്കില്ല. സോ അതുകൊണ്ടായിരിക്കണം എൻ്റെ മുടി ഇങ്ങനെ നിൽക്കണത്. സോ ഇത് അവർ നല്ല കെയർ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. സോ ഇവിടുന്ന് എണീറ്റിട്ട് അവിടെ കൊണ്ടുവരുത്തി, പിന്നെ അവിടെ നന്നായിട്ട് സ്കാൽപ്പ് അങ്ങ് ഡ്രൈ ആക്കി. മീൻസ് ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്വന്തം സൗത്തുക്കയാണ് ഗായസ്. നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഉണ്ടല്ലേ, നല്ല ക്ലാരിറ്റിയിൽ തന്നെ എടുത്താന്നുള്ള. എന്നിട്ട് അവിടെയൊക്കെ കണ്ടോ, ആ എന്താ പറയുക, ഹെയർ പോയിന്റിൽ ഈ ഷെയ്റ്റ് ഐബ്രോൻ്റെ നേരെ മുകളിലുള്ള ഹെയറിൻ്റെ അവിടെ കണ്ടോ കുറച്ച് ഹെയർ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഹെയർ. അതൊക്കെ എന്താണെന്നറിയാവോ ഗൈസ്, നിങ്ങൾക്കറിയാവോ ഗൈസ്? അത് എനിക്ക് ഉണ്ടായ മുടി അവിടെ നിന്ന് കൊഴിഞ്ഞു പോണതാണ് കേട്ടോ. ഉള്ളു കുറയുന്നതാണത്. പിന്നെ ഞാൻ ആ ഭാഗം എടുത്ത് സ്ഥിരം വാരുന്നതുകൊണ്ട് അവിടെ ഫോഴ്സ് കൊടുത്ത് അവിടെ അങ്ങനെയായി മാറി. അതാണ് ശരിക്കും ഉണ്ടായത്. പിന്നെ അവർ നന്നായിട്ട് മുടി ചെയ്യുവാണ്, കട്ടയില്ലാണ്ട്. അടുത്ത ട്രീറ്റ്മെൻറ്റിന് മുടി കട്ടയില്ലാതെ വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. സോ ആ വെറ്റായ രീതിയിൽ തന്നെ വാരുകയാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ആ താഴെ കിടക്കുന്ന എൻ്റെ മുടിയല്ല കേട്ടോ ഗൈസ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് വേറെ ആളുടെ മുടി, എനിക്ക് മുന്നേ വന്ന ആളുടെ മുടി ഹെയർ കട്ടിന് വന്നതായിരുന്നു. അവരുടെ ഹെയർ ആണ് കേട്ടോ അത്. എൻ്റെ സീറ്റിൻ്റെ ബാക്കിലല്ല, അപ്പുറത്ത് വേറൊരു സീറ്റ് ഉണ്ട്, അതിൻ്റെ ബാക്കിലാണ് അത് കാണുന്നത്. സോ ഇനി കോംബ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ സ്പർ ക്രീം ആൻഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള കിഡ്ലൈൻ സംഭവങ്ങളാണ് ഗൈസ്.
പിന്നെ ഇവിടെ ഹെയർ സെക്ഷൻ ആയിട്ട് മാറ്റും, ബിക്കോസ് അത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ബിക്കോസ് ഇതൊരു സ്കാൽപ്പ് ട്രീറ്റ്മെന്റ് ആണ്, ഹെയറിലല്ല ഇതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, സ്കാൽപ്പിലാണ്. ബിക്കോസ് നമ്മുടെ ഹെയർ ഫോൾ ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നത് സ്കാൽപ്പ് എന്നല്ലേ. സോ സ്കാൽപ്പിലാണ് ഇത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് മുടി നന്നായിട്ട് സെക്ഷൻ ആയിട്ട് മാറ്റും. അത് കുറച്ചുകൂടി പ്രൊഡക്റ്റ് എന്താ പറയുക എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കാൽപ്പിൽ എല്ലായിടത്തും എത്താനും കൂടി വേണ്ടിയിട്ടാണ്. സോ ഇതാണ് ഗൈസ് അവരുടെ ക്രീം വന്നിട്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രീമാണ്, നമുക്കന്നത് ചിന്തിക്കാൻ കൂടി പറ്റൂല. നമ്മുടെ പൈസ പോകുന്നത് മുതലാവില്ല ഗൈസ്, അജാതിയാണ്. പിന്നെ അവർ സെക്ഷൻ ആക്കി മാറ്റിയിട്ട് അത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ പൊന്നോ സത്യം പറയാലോ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തലയോട്ടി കിടന്ന് പെടക്കായിരുന്നു ഗൈസ്. അജാതി തണുപ്പായിരുന്നു, നല്ല കൂളിംഗ് ആയിരുന്നു. നല്ല കൂളിംഗ് ആയിരുന്നു. ഇങ്ങനെ നമ്മുടെ തലയോട്ടൊക്കെ ഇങ്ങനെ വിഭ്രമിച്ച് നിൽക്കൂലേ, മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുക, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക്. ബിക്കോസ് ഇത്രയും കൂളിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ തലയിൽ ഇതുവരെ തേച്ചിട്ടില്ല. ഒരു തവണ എങ്ങാണ്ട് ഒരു നവരത്ന പറഞ്ഞിട്ട്, പക്ഷെ അത് ഗ്യാസോട് കൂടിയുള്ള തണുപ്പല്ല, ഇത് ഗ്യാസ് ഒന്നുമില്ല, ഒരു നാച്ചുറൽ നമ്മുടെ മുടിക്ക് വളരാൻ വേണ്ട ഒരു കൂളിംഗ് ഇല്ല, அந்த കൂളിംഗ് ഇത് പ്രൊഡക്റ്റ് തരുന്നത്. സോ സ്കാൽപ്പിൽ മെയിൻ ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെക്ഷനായിട്ട് മാറ്റി മുടിയില്ലേ, അത് പിന്നെയും സെക്ഷൻ ആക്കുന്നുണ്ട്, അതിൻ്റെ സ്കാൽപ്പിൽ പിന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തു കേട്ടോ. ഹെയർ ലെങ്ത്തിൽ വരെ അപ്ലൈ ചെയ്ത് അതിന് ശേഷം നന്നായിട്ട് മസാജ് കൊടുക്കും. ബിക്കോസ് ഈ പ്രൊഡക്റ്റ് ഹെയർ സ്കാൽപ്പിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യണം, നന്നായിട്ട് എഫക്റ്റീവ് ആവണം. അതിന് വേണ്ടിയിട്ട് ബിക്കോസ് ഒന്നാമത് ഇവിടെ നല്ല തണുപ്പാണ്, അപ്പം നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആവണ്ടേ, പ്രൊഡക്റ്റൊക്കെ മര്യാദക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. സോ അതിനും വേണ്ടിയിട്ട് കൂടിയാണ്. പിന്നെ മർമ്മ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന മർമ്മ പ്രധാനമായിട്ടുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ അവർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മീൻസ് ഇജാതി മസാജ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള. 600 രൂപക്ക് ഇത് 600 അല്ല ഗൈസ്, ഒരു 2500 കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സിന് കേട്ടോ. സത്യം പറയാലോ, അത്രയും കിഡില്ലനായിട്ടുള്ള ഒരു ഹെയർ സ്പാ. ഞാൻ ഹെയർ സ്പാ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറേ സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വേണോ വെച്ചിട്ട് ജസ്റ്റ് വരിക, ഹെയർ വാഷ് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് പറയുന്നത് അവിടെ ഇത്ര തന്നെ പൈസ വരും കേട്ടോ. ഒരു നോർമൽ ഹെയർ സ്പാക്ക് വരെ 500-600 അവിടെ മേടിക്കാറുള്ളത്. എന്നിട്ട് ഞാൻ ഏതെങ്കിലും സ്പാക്ക് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് മുൻകൂട്ടി ചോദിക്കും, വാട്സപ്പിലൊക്കെ അവരുടെ നമ്പർ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് ചോദിക്കും, എത്ര രൂപയാണ് ചോദിച്ചിട്ടേ പോകാറുള്ളൂ. അത്രയും വെറുപ്പിച്ച പാർലറുകാർ വരെ ഉണ്ട് ഗൈസ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്നത് നല്ല അത് വെച്ച് നോക്കുമ്പോൾ ഇവർ കിഡിലെന്ന് പറയാൻ പറ്റില്ല, അവരുടെ എത്രയോ മുകളിലാണ് ഗൈസ്. ബിക്കോസ് 600 രൂപക്ക് ഒരു ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവരൊക്കെ ചെയ്യുന്ന പോലെ മേടിച്ച് ഹെയർ അങ്ങനെ എടുക്കുക, സ്പാ ക്രീം തേക്കുക, അങ്ങനെയൊക്കെ വേണ്ട വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ അവരുടെ ഡെഡിക്കേഷൻ പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി പിന്നെ കൊഴിയില്ല കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇതിപ്പം ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണില്ലേ, ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല വീഡിയോ എടുക്കുന്നത്. ഇത്
വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മുടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനായി. അതായത് എൻ്റെ മുടി പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരുന്നു. ആ ഡ്രൈനെസ് നിന്ന് മാറിയിട്ട് ഭയങ്കര സോഫ്റ്റായി, ഭയങ്കര നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റൈൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടോ. മുടി നിർത്തിയെടുത്ത് നിൽക്കും, അങ്ങനെയായി. പിന്നെ അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ എക്സ്ട്രീംലി സ്റ്റോപ്പായി ഗൈസ്. മുടി കൊഴിഞ്ഞിട്ടില്ല, അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. എത്ര വർഷങ്ങളായിട്ട് മുടി കൊഴിച്ചിൽ അനുഭവിക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. കുറേ പേർക്ക് പോസ്റ്റ് പ്രഗ്നൻസി ആയിട്ടൊക്കെ കുറേ മുടി കൊഴിയുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് കുറേ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ കാരണം, അതായത് തൈറോയിഡ്, PCOD, അങ്ങനത്തെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം മുടി കൊഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ അറിയുന്നത് മെയിനായിട്ട് വീട്ടിലുള്ള ഹോം റെമഡീസ് ഒക്കെ ആവും ട്രൈ ചെയ്യുന്നുണ്ടാവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് കഴിച്ച് നിങ്ങൾ ഒരു 600 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ചെയ്യാം. ബിക്കോസ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം റെമഡീസ് ഇങ്ങനെ ട്രൈ ചെയ്ത് മെനക്കെട്ട പരിപാടിയല്ലേ ഹോം റെമഡീസ് ഒക്കെ ഡെയിലി ഇങ്ങനെ ട്രൈ ചെയ്യാന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇതല്ലാണ്ട് വേറെയും കുറേ പരിപാടികൾ ഉണ്ടാവല്ലോ. അതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഹോം റെമഡീസ് ട്രൈ ചെയ്യുക, കുളിക്കാൻ നേരത്തെ അത് കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള പാർലറിൽ അന്വേഷിക്കുക, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ചോദിക്കുക. മീൻസ് ഇവിടെ അടുത്ത് തന്നെ ഒരു പാർലറൊന്നും ആവില്ലല്ലോ, കുറേ സലോൺസ് ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നിങ്ങൾ ചോദിച്ച് പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ചെയ്യുക ഗൈസ്. ബിക്കോസ് ഇപ്പോഴത്തെ പാർലേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു തവണ ഫേഷ്യൽ ചെയ്യാൻ പോയിട്ട് ഞാൻ വാട്സപ്പിൽ ചോദിച്ചിട്ടാണ് പോയത്. വാട്സപ്പിൽ ചോദിച്ചപ്പം 500 പറഞ്ഞു. അവിടെ ചെന്ന് ചെയ്ത് കഴിഞ്ഞപ്പം അവർ 600 മേടിച്ചു. വേറൊരു 100 അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവർ ചെയ്യുന്നത് ഭയങ്കര പോപ്പുലറാണ് ഗൈസ്. സോ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലത്തെ പാർലേഴ്സ് എനിക്ക് ഇഷ്ടമല്ല. നിവൃത്തി കേട്ടുകൊണ്ട് ചില സമയത്തൊക്കെ പോയിട്ട് ഞാൻ ത്രെഡിങ് പോലും ചെയ്യാറില്ല പോയിട്ടോ. അത്രയും തീരെ ഒരു ലൊട്ടലൊടക്ക സംഭവങ്ങളാണ് നമ്മുടെ അവിടുത്തെ പറയുന്നത്. ഇപ്പോഴും എന്താ പറയാ, നേരം വെളുത്തിട്ടില്ല. മസാജിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു ഹീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഹീറ്റ് കൊടുത്തിട്ടോ സ്കാൽപ്പിൽ. ആ ഹീറ്റ് കൊടുക്കുമ്പം ഇതിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ വേർപ്പ് പോലെ വേർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനത്തെ മീൻസ് ഉരുക്കിയിട്ട് ആ ക്രീമൊക്കെ ഉരുക്കിയിട്ട് ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹെയർ പിന്നെയും വാഷ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രൊഡക്ട്സ് ഇല്ലാത്ത രീതിയിൽ വാഷ് ചെയ്ത് കൊടുത്തു. പിന്നെ വീണ്ടും ഡ്രൈ ആക്കുകയാണ്.
ഗൈസ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇതാണ് കേട്ടോ. സ്വന്തമാർക്ക് പനിയാണ്. അതാണ് ഇങ്ങനെ ഇവിടെ ഡൽഹിയിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഡേ ആണ്. രണ്ടുപേർക്കും ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. എനിക്കുണ്ട്, സ്വത്തുകാക്കും ഉണ്ട്. പക്ഷേ സ്വത്തുകാക്ക് പനിച്ചു. അതാണ് ആകെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് പറയുന്നത് കേട്ടോ. പക്ഷെ എന്നാലും നന്നായിട്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് തന്നു ഗൈസ്. പിന്നെ എന്താ പറയുക, പാർലർ ആ ചേട്ടന് നമ്മുടെ ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യും. ആൻഡ് നമ്മുടെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ആ ചേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും കേട്ടോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. നിങ്ങൾക്ക് നല്ല മുടി കൊഴിയുന്നുണ്ട്. മുടി കൊഴിഞ്ഞിട്ട് ചോറിലും കറിയിലും എന്താ പറയുക, അവിടെ ബാത്റൂമിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഗൈസ്. നല്ല കിഡിലനാണ്. 600 രൂപക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡിലനായിട്ട് നിങ്ങളുടെ മുടി ഇങ്ങനെ പറക്കും ഗൈസ്. നല്ല ഗ്ലോ ഷൈനി മുഖം പോലെ തന്നെ നിങ്ങളുടെ മുടിയും തിളങ്ങും ഗൈസ്. അടിപൊളിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക.